ഹായ് കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് ഈശോയുടെ കരുതലും ജുവാനയുടെ വിശ്വാസവും. എങ്കിൽ നമുക്ക് കഥ തുടങ്ങാം. പച്ചപ്പും കുളിർമയും നിറഞ്ഞ ഒരു ചെറിയ മലയോര ഗ്രാമത്തിലാണ് ജുവാനയും അവളുടെ കുടുംബവും താമസിച്ചിരുന്നത്. ഒരു കൊച്ചു വീടും അതിനു ചുറ്റുമുള്ള കുറച്ച് കൃഷിയുമായിരുന്നു അവരുടെ ലോകം. ജുവാനയുടെ അപ്പൻ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. ദാരിദ്ര്യമുണ്ടായിരുന്നുവെങ്കിലും ആ വീട്ടിൽ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരു കുറവുമുണ്ടായിരുന്നില്ല. അവളുടെ വീട്ടിലുള്ള ഈശോയുടെ രൂപത്തിൽ നോക്കി അവൾ എന്നും ഈശോയോട് സംസാരിക്കുമായിരുന്നു. സ്കൂളിലെ വിശേഷങ്ങളും കൂട്ടുകാരെ കുറിച്ചുമെല്ലാം ഒരുറ്റ സുഹൃത്തിനോടെന്ന പോലെ അവൾ ഈശോയോട് പങ്കുവെക്കുമായിരുന്നു. പെട്ടെന്നാണ് ആ കുടുംബത്തിലേക്ക് കഷ്ടപ്പാടുകൾ വന്നത്. ആ വർഷം പെയ്ത കഠിനമായ മഴയിൽ അവരുടെ കൃഷിയെല്ലാം നശിച്ചു. അതോടൊപ്പം ജുവാനയുടെ അമ്മയ്ക്ക് വല്ലാത്തൊരു പനിയും പിടിപെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പനി കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, അമ്മയുടെ ശരീരം തളരാനും തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യമെല്ലാം മരുന്നിനായി തീർന്നു. ഒടുവിലൊരു രാത്രിയിൽ അമ്മ ബോധമില്ലാതെ കിടക്കുകയാണ്. പുറത്ത് മഴ ആർത്തുലച്ച് പെയ്യുന്നു. അപ്പൻ മരുന്നിനായി പണമന്വേഷിച്ച് പുറത്തേക്ക് പോയിട്ട് ഇതുവരെ വന്നില്ല. നിസ്സഹായ ജുവാന ആ കറുത്ത രാത്രിയിൽ തനിച്ചായി. അവൾ ഈശോയുടെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് പൊട്ടിക്കരഞ്ഞു. ഈശോയെ, എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു തരണേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. അങ്ങ് ഞങ്ങളെ സഹായിക്കില്ലേ? അവളുടെ കണ്ണുനീർ തറയിൽ വീണു ചിതറി. ഹൃദയം നൊന്തുള്ള ആ പ്രാർത്ഥന പുറത്തെ ഇടിമുഴക്കത്തേക്കാൾ ഉച്ചത്തിൽ സ്വർഗത്തിലെത്തിയതുപോലെ തോന്നി. പാതിരാത്രിയോടടുത്തെത്തിയപ്പോൾ വീടിന്റെ വാതിലിൽ മൃദുവായൊരു മുട്ടുകേട്ടു. ഈ മഴയത്ത് ആരാണെന്ന് പേടിയോടെ ഓർത്തുകൊണ്ട് ജുവാന മെല്ലെ വാതിൽ തുറന്നു. അവിടെ വെള്ളവസ്ത്രം ധരിച്ച പ്രസന്നമായ മുഖമുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അലിവു നിറഞ്ഞ ഒരു തിളക്കവും ഉണ്ടായിരുന്നു. വാക്കുകൾ പറയും മുമ്പേ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി ജുവാനയ്ക്ക് നൽകി. അതിൽ അമ്മയ്ക്കുള്ള മരുന്നുകളും അവർക്ക് കഴിക്കാനുള്ള ആഹാരവും പഴങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അത്ഭുതപ്പെട്ടു നിന്ന ജുവാനയോട് അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു, മോളെ, നീ വിളിച്ചത് കേട്ടാണ് ഞാൻ വന്നത്. സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാകും. നന്ദി പറയാൻ വാക്കുകൾ കിട്ടാതെ അവൾ നിന്നപ്പോൾ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഈശോയുടെ ഒരു ചിത്രം അവൾക്ക് നൽകി. ഈശോയുടെ മനോഹരമായ ആ ചിത്രത്തിന്റെ താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭയപ്പെടേണ്ട, ലോകാവസാനം വരെ ഞാൻ നിന്റെ കൂടെയുണ്ട്. അദ്ദേഹം പോയി കഴിഞ്ഞാണ് ജുവാനയ്ക്ക് ബോധം വന്നത്. അപ്പൻ വന്നപ്പോൾ ഇതേപ്പറ്റി തിരക്കി. പക്ഷേ ആ കനത്ത മഴയത്ത് ആരും ആ വഴി വരുന്നത് കണ്ടില്ലെന്ന് അപ്പൻ പറഞ്ഞു. ആ മനുഷ്യൻ നൽകിയ മരുന്ന് കഴിച്ചതോടെ നേരം വെളുക്കും മുൻപേ അമ്മയുടെ പനി അത്ഭുതകരമായി കുറഞ്ഞു. അമ്മ കണ്ണു തുറന്ന് ജുവാനയെ നോക്കി പുഞ്ചിരിച്ചു. പിറ്റേന്ന് മുതൽ ആ കുടുംബത്തിലേക്ക് സഹായത്തിന്റെ ഉറവകൾ തുറന്നു. നാട്ടിലെ പ്രമുഖനായ ഒരാൾ അവർക്ക് കൃഷി ചെയ്യാൻ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ജുവാനയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അന്ന് വന്നത് ഈശോ തന്നെയായിരുന്നു എന്ന്. ഇന്ന് ജുവാന വളർന്ന് വലുതായി. പക്ഷേ ഇന്നും ആ കൊച്ചു ചിത്രം അവളുടെ കയ്യിലുണ്ട്. ജീവിതത്തിലെ ഓരോ വലിയ പ്രതിസന്ധിയിലും അവൾ പതറിയില്ല. കാരണം ഏറ്റവും ഇരുട്ടേറിയ രാത്രിയിലും തനിക്ക് വെളിച്ചമായി ഈശോ കൂടെയുണ്ടെന്ന് അവൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലായി. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? ജുവാനയുടെ നിഷ്കളങ്കമായ വിശ്വാസമാണ് അസാധ്യമായ കാര്യത്തെ സാധുവാക്കിയത്. നമ്മൾ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നത് നമുക്ക് പ്രത്യാശ നൽകുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ലെന്നും നമ്മുടെ ഓരോ വിളിയും ദൈവം കേൾക്കുന്നുണ്ടെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നേരിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെയോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാം. ആ അപരിചിതൻ ജുവാനയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രതിരൂപമായിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഈശോ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂട്ടുകാരെ, കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇനിയും ആഗ്രഹമില്ലേ? എങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കത് അടുത്ത കഥയുമായി വീണ്ടും കാണാം.